അസ്സലാമു അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു മന്തി റെസിപ്പിയാണ്. അതിനായിട്ട് 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഞാനിപ്പോൾ ചെറിയ ചെറിയ പീസായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പീസ് എടുക്കാം. അപ്പം ഇതിലേക്കൊരു 3 മാഗി ക്യൂബ്സും അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും 1 ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇനി 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്തതിന് ശേഷം ഇതെല്ലാം നല്ലതുപോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഒരു ഉണക്ക നാരങ്ങ കേട്ടോ, അതും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പിലോട്ടൊന്ന് വയ്ക്കാം. സൺഫ്ലവർ ഓയിൽ കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം കേട്ടോ. അപ്പം ഇത് അടച്ച് വെച്ചിട്ടാണ് നമ്മൾ വേവിക്കാനുള്ളത്. പിന്നെ ഇത് ഒരു 1/2 കിലോ അരി എടുത്തിട്ടുണ്ട്, അത് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് അധികം വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ച് പെരിഞ്ജീരകവും അതുപോലെ തന്നെ ഗ്രാമ്പും പട്ടയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല. പിന്നെ 2 സ്പൂൺ ഓയിലും ചേർത്തതിന് ശേഷം നമുക്കിത് തിളപ്പിക്കാനായിട്ട് ഗ്യാസ് അടുപ്പിലോട്ടേക്ക് മാറ്റാം. പിന്നെ മന്തി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയൊക്കെ നമുക്ക് പെട്ടെന്നൊക്കെ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാൻ കേട്ടോ. അപ്പം ഇതിന് ഒരുപാട് ചേരുവകളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ കാണിക്കുന്ന കണക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാമെന്നുള്ളതാണ്. അപ്പം ഇടയ്ക്ക് തിരിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഒരു വശം ഒന്ന് വെന്തിട്ടുണ്ട്, ഞാനിപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്കിത് റെഡിയായി കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ആ സമയത്ത് അവിടെ വെള്ളം അടുപ്പിലിരിപ്പുണ്ട് കേട്ടോ. അപ്പം ഇതിന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് ഒരു കുറച്ച് മല്ലിയിലയും കുറച്ച് കാഷ്നട്ടും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ തീയൊന്നങ്ങ് ഓഫ് ചെയ്തിടാം. ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരി മുഴുവനായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാമേ. എന്നിട്ട് നമുക്ക് നമ്മൾ ചിക്കൻ വേവിച്ചെന്ന് കുറച്ച് എണ്ണ നമ്മൾ മാറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് പിന്നീട് അരിയിൽ ചേർത്ത് കൊടുക്കാനാണ്. അപ്പം എണ്ണയും അതിനോടൊപ്പം കുറച്ച് കാഷ്നട്ടും കൂടെയൊക്കെ കാഷ്നട്ടും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന ക്യാപ്സിക്കം കൂടെ ഞാനിങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് ഇടയ്ക്ക് ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ആ സമയം കൊണ്ട് അരിയൊക്കെ ഒന്ന് വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പം അരിയും വെന്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനിലിട്ട് ഈ വേവിച്ച് വെച്ച ചോറ് പകുതി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്ന കുറച്ച് എണ്ണ അതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിന് ശേഷം ബാക്കിയുള്ള അരിയും കൂടെ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ഇടയ്ക്ക് റെഡ് ഫുഡ് കളർ ഒന്ന് വെള്ളത്തിലോട്ട് കലക്കിയിട്ട് ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പച്ചമുളക് ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ സൂപ്പർ മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരും. അപ്പോൾ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. ഇതുപോലെ കുഞ്ഞു രീതിക്ക് നമ്മൾ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ നല്ലത്. കടയിൽ നിന്ന് പരമാവധി വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് മയോണൈസും കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ വീട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് കേട്ടോ. ഒന്നും തന്നെ പുറത്തൊന്നും വാങ്ങിച്ചിട്ടില്ല, എല്ലാം വീട്ടിൽ തന്നെ ഇതുപോലെ ചെയ്താണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണേ.